നിന്റെ അച്ഛന്റെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നതേ? കുറവുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മമ്മി, ഞാനും നേരത്തെ പോയിക്കോട്ടെ. അച്ഛന്റെ മുണ്ടും തുണിയൊക്കെ കഴുകിയിരുന്നോ? ശരി മോളെ. മമ്മി, ഞാൻ ഷട്ടിൽ കളിക്കാൻ പോകുന്നു. ചുമ്മാ ഇരിക്കുക കേട്ടോ. പറയേ, ചിട്ടിക്കാശൊക്കെ പിരിഞ്ഞു കിട്ടിയോ? എന്തിനാ ഇതൊക്കെ തിരക്കുന്നേ? ഒരു കാലണ മുട്ടക്കച്ചവടത്തിന് പറഞ്ഞ് ഞാൻ തരത്തില്ല. അങ്ങനെ പറയല്ലേ മറിയേ, കുറച്ച് കാശുകൂടെ നീ എനിക്ക് തരണം. ദൈവം സാക്ഷി, മേലാൽ 10 പൈസ ഞാൻ ചോദിക്കത്തില്ല. തരാം, ഇപ്പൊ തന്നെ തരാം. ഒരുങ്ങിയിരുന്നു. ചിട്ടിക്കാശ് കൊണ്ടുപോയി നിങ്ങൾ മുട്ടക്കച്ചവടം നടത്തും. എന്റെ ചിട്ടി പൊട്ടിക്കാൻ. ഒരു കണക്കിന് അവള് പറഞ്ഞത് നേരാ. ചിട്ടിയും പൊട്ടും, പൊട്ടയും പൊട്ടും. അയ്യോ, ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. അയ്യോ അയ്യോ, താനെന്തിന്റെ ഭാർഗവ പിള്ള കൂടെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അയ്യോ, ഇതാര് പറഞ്ഞു? അയ്യോ, ദുഷ്ട പരമദ്രോഹി. എടാ തങ്കപ്പ, വലിയ വീട് തീരെയില്ല, കുറച്ച് നിർത്തോ. എന്ത് പറ്റി കുറുപ്പേ? എന്ത് പറ്റിയെന്നു? അവനെ, ആ രഘു ഒരു കാര്യമില്ലാതെ എന്നെ തല്ലി. ഞാൻ താവളത്തിലോട്ട് ചെല്ലട്ടെ. അവനെ പോലീസിൽ പിടിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കുറുപ്പല്ല. അച്ഛൻ കൂടെ നോക്കിക്കോ. എന്തിയടാ കലവും വെള്ളവും? എന്തിയടാ അയ്യപ്പ കലവും വെള്ളവും? നിന്നോടാണ് ചോദിച്ചത് കലവും വെള്ളം എന്ത് ചെയ്യുന്നു? എടാ, നിന്നോട് ഞാനാണ് ചോദിച്ചത് കലവും വെള്ളം എന്ത് ചെയ്യുന്നു? ദൈവമേ, അതും പൊട്ടിച്ചോ? നീ കലം പൊട്ടിച്ച് എന്നെ മുടിപ്പിക്കുമല്ലടാ. ഇന്നലെ തന്നെ 3 കലം പൊട്ടിച്ചില്ലേ? ആര് പറഞ്ഞു 3 എണ്ണം പൊട്ടിച്ചെന്ന്? ഞാൻ 2 എണ്ണേ പൊട്ടിച്ചുള്ളൂ. അപ്പൊ ഇന്നോ? ഇന്നിപ്പോ ഇത് മാത്രല്ലേ പൊട്ടിച്ചുള്ളൂ. ആ വേണ്ട, നീ ഇനി ഇവിടെ നിൽക്കണ്ട, പോയി കലം മേടിച്ചുണ്ടോ. എടാ, പോയി കലം മേടിച്ചുകൊണ്ട് വരാൻ. കാശിതാ. എന്താ കുറുപ്പേ, എന്തു പറ്റി? ഞാനിവിടെ നെഞ്ഞു പോകത്തില്ല. എന്നെ ചന്തയെന്ന് പറഞ്ഞു വരുന്നു. അതിനിപ്പോ എന്തുണ്ടായി? അവനെ, ആര്? ആ രഘു. രഘു? അവൻ എന്നെ തല്ലി. എന്നിട്ട് അവൻ എന്നോട് പറയാ, നീ നിന്റെ താവളത്തിൽ ചെന്ന് പറഞ്ഞേര്. അവര് വിചാരിച്ച എന്നൊരു ചുക്കും ചെയ്യാനൊക്കത്തില്ലെന്ന്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആഹാ, അവൻ അത്രയ്ക്കായോ? നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേ. അവര് വിചാരിച്ചാലേ അവന്റെ അഹങ്കാരം തീരൂ. ശരി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇത് താവളത്ത് നിന്ന് ചന്ദ്രൻപിള്ളയാ. SI ഉണ്ടോ അവിടെ? ഒന്ന് കൊടുക്കണേ. ഞാൻ ചന്ദ്രൻപിള്ളയാ. ഞാൻ വിളിച്ചതേ ഇവിടുത്തെ കാര്യസ്ഥൻ കുറുപ്പിനെ ആ രഘു തല്ലെന്നും മറ്റു പറയുന്നത് കേട്ടു. അതൊന്ന് വിളിച്ച് ചോദിക്കണേ. ഉപദ്രവിക്കൊന്നും വേണ്ട. പിന്നെ ഈ കുറുപ്പെന്ന് പറയുന്ന സാധനവും അത്ര നല്ലതൊന്നുമല്ല. അതെ അതെ, സ്പീക്കട്ടെ. താങ്ക് യു. അച്ഛാ, താവളത്തിലെ ഡാഡി പോലീസുകാരോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് രഘുവേട്ടനെ പിടിച്ചോണ്ട് പോകാൻ. മോനെ രഘു, നീ പെട്ടെന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ കാണണം. അവരെന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. വേണ്ട രഘുവേട്ട, രഘുവേട്ടൻ പോയാ മതി. ഒന്ന് പോടി വേണേ. അവരെന്ത് ചെയ്യാനാ? എന്നെ പിടിച്ച് തിന്നു. മോനെ രഘു, ഞാനാണ് നിന്നോട് പറയുന്നത്. എഴുന്നേറ്റ് പോ. ചെല്ലി വാ, വാ, ചെല്ലി പോ. പോയിട്ട് വാ, ചെല്ലി. എന്താ അച്ഛമാവാ? പോടാവണം. നിനക്ക് വീഡിയോ എടുത്താ പോരെ? ഞാൻ
രാവിലെ ചന്തയിൽ പോയി സാമാനങ്ങൾ വാങ്ങി വരുമ്പോ ആ രഘു എന്നെ പിടിച്ചിരുത്തി പറയുക ഭാർഗവമ്മയുടെ കൊടിനെ കിടക്കുന്നു. എന്നാൽ അവന് കാണട്ടുള്ള പുല്ല് എന്ന് ഞാനും. ഇത് കേട്ട പാടെ അവനെന്റെ കരി വീട്ടിൽ ഒറ്റത്തൊഴി. എന്നിട്ട് താൻ എന്തോ ചെയ്തു? അതിന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താൻ ആലോചിച്ചോണ്ട് ഇവിടെ നിന്നു. എടോ, അതൊക്കെ അപ്പോഴേ തീർക്കണമായിരുന്നു. എന്തിന്? താവളത്തിലെ ചന്ദ്രമ്പിള്ള സാറ് പറഞ്ഞിട്ട് അവനെ അപ്പോഴേ പോലീസ് പൊക്കി. ആരോടും വഴക്കിനും വയ്യാവേലിക്കും ഒന്നും പോവരുതെന്ന് ഞാൻ അവനോട് എത്ര തവണ പറഞ്ഞത്. അവനത് വല്ലതും കേൾക്കുന്നുണ്ടോ? വിവരം അറിയാൻ പോയ ചെറുക്കനെയും കാണുന്നില്ലല്ലോ. ഒന്നുമില്ലെന്നേ. ആ താവളത്തിലെ കാര്യസ്ഥൻ കുറുപ്പിനെ രഘുവേട്ടൻ പിടിച്ച് ഉന്തോ തള്ളുവോ മറ്റോ ചെയ്തു. അതിന് അവര് വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും രഘുവേട്ടനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അവരിപ്പോ രഘുവേട്ടനെങ്കിൽ വിട്ടേക്കുമെന്ന്. എന്റെ മോനെ അവർ ഉപദ്രവിക്കോ വല്ലതും ചെയ്യുമോ? വേണമെങ്കിൽ അമ്മ താവളത്തിൽ വരെ പോയി പറയുന്നത് നല്ലതാ. എന്നാ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. കേട്ടോ, ആ രഘുവിന്റെ അമ്മ ഇവിടെ വന്നിരുന്നു. മോനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറയാൻ. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. കുറെ നേരം അവിടെ നിന്നിട്ട് അവരങ്ങ് പോയി. നിങ്ങൾ പേടിക്കേണ്ട തള്ളേ. അവന് പരിചയമുള്ള പോലീസുകാരാണ് അവിടെ ഉള്ളതല്ല. ആരും അവനെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ നോക്കിക്കോ, നാളെ രാവിലെ അവനിങ്ങെത്തും. വാ മോളെ, വെള്ളം അനത്ത്, എനിക്കൊന്ന് കുളിക്കണം. ഭാർഗവിയമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ദാ രഘു വന്നിരിക്കുന്ന കണ്ടോ? എടാ പൊന്നു മോനെ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ പോലീസിന്റെ കൈ പിടി കൊടുക്കരുതെന്ന്. നീ അത് കേട്ടില്ല. അതിനിപ്പോ എന്തുണ്ടായ ചോമാവ? അവിടം വരെ ചെന്നു, ഉടനെ അവർ പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് ഞാനിങ്ങ് പോരുകയും ചെയ്തു. ആ, പോയി ചോറ് വിളമ്പടി. നീ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ വീട്ടിലുള്ളവർക്കൊരു സ്വസ്ഥത വേണ്ടേ? ആ തള്ളയാണേൽ എന്ത് വന്നാലും ശരി, ആ കുറുപ്പിനിട്ട് ഞാൻ കൊടുക്കും. കുറുപ്പിനിട്ട് കൊടുക്കൂടാ, കൊടുക്കും. ഇനി നീ ആരോടെങ്കിലും മഴക്കിന് പോയാ അന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പറഞ്ഞേക്കാം. ഓട്ടെ എന്റെ തള്ളേ, അവനിങ്ങ് എത്തിയല്ലോ. കോഴിമുട്ടേ എല്ലാം ഞാൻ അറിഞ്ഞു. കേട്ടോ രഘു, കുറുപ്പിനെ തല്ലിയ വിവരം ഈ നാട് മുഴുവനും അറിഞ്ഞു. നല്ലതുപോലെ കൊടുത്തോ? പിന്നെ പത്രോസേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലാ വഴക്കൊണ്ടാക്കാനും തല്ലുകൂടാനും അവനോട് പറഞ്ഞു കൊടുത്തേക്കരുത്. ഈ അമ്മയ്ക്ക് എന്താ? എടി മറിയേ, ഈ കൊട്ടയ്ക്കൊന്ന് പിടിക്കടി. ഈ മനുഷ്യൻ ഇന്ന് മൂക്കറ്റം കുടിച്ചോണ്ടാ വന്നിരിക്കുന്നത്. നിന്റെ അപ്പനാ കുടിച്ചത്. എന്റെ അപ്പന് പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ അപ്പനെയും പറയും, നിന്റെ അമ്മായിയപ്പനെയും പറയും. നീ എന്തോ ചെയ്യും? കേട്ടോ അച്ചു അമ്മാവാ, ഇവിടെ അപ്പനും ഞാനും കൂടെ ഒന്നിച്ചാ കടവിൽ മണല് വാരിക്കൊണ്ടിരുന്നത്. അയാൾക്കറിയായിരുന്നു ഞാൻ ഇച്ചിരിച്ചേ കുടിക്കുവന്ന്. അതുകൊണ്ടാണല്ലോ ഇവിടെ എനിക്ക് കല്യാണം കഴിപ്പിച്ചെന്നത്. നിന്റെ ചിട്ടിക്കാശ് മുടക്കാണ് ഞാൻ കുടിച്ചത്. ഇങ്ങ് വന്നേരെ, തന്നുവിടാം. ശരി ശരി, മതിയാക്ക്. പറയേ, പത്രോസിനെ വിളിച്ച് വീട്ടിൽ പോ. വാ മോളെ, നമുക്ക് പോവാം. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഏതാ? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. വാ വാ. വാടാ, വന്ന് ചോറുന്നു. തങ്കപ്പനും വാടാ, ചോറുന്നു. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഗുഡ് നൈറ്റ് മോളെ. ചോറെടുത്ത് പോയി, അച്ഛൻ കുളിച്ചിട്ട് പോരാ. താവളത്തുകാരുടെ ചിങ്കിടികളോടൊന്നും നീ വഴക്കിന് പോകരുത്. അവരൊക്കെ എന്തും ചെയ്യാൻ മടിക്കുന്ന കൂട്ടത്തിലല്ല. പ്രത്യേകിച്ചും ആ ഭാർഗവം പിള്ള. നിന്റെ ചേട്ടനോ പോയി. അമ്മ ആ കാര്യങ്ങളൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്.
പത്രോസ്യേട്ടൻ തുടങ്ങി. അതെന്നും ഉള്ളതല്ലേടി നീയാത്തു. ആ മോളെ, മണി 10 ആയില്ലേ? എന്താണ് സാർ? പത്രോസ് കിടന്ന് ബഹളം വെക്കുക. അവൻ ഉറക്കം വരുമ്പോ ഉറങ്ങട്ടെ. വാ, നമുക്ക് കിടന്നുറങ്ങാം. അച്ഛന്മാരോടെ പോയി. അച്ഛമാവൻ ചന്ത പോയി. ആ 10 മിനിറ്റ് പോയി. പോലീസ് പോട്ടെ മോളെ. ബീഡിയുടെ പൈസ. ബീഡിയുടെ പൈസ? നിന്റെ അച്ഛൻ എന്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടില്ല. പിന്നല്ലേ നീ ബീഡി എടുത്തതേ പൗലോസാ. പൗലോസിന്റെ അടുത്ത് പോയി വാങ്ങി ചെല്. ബീഡിയുടെ പൈസ. എന്തിനാ പൗലോസ് വെറുതെ കൊച്ചിന്റെ തലേ തോണ്ടുന്നത്? മോളെ നോക്കിയേ, പൗലോസ് അല്ലേ തലേ തോണ്ടിയത്? ആ ഇതാ ഞാൻ പറഞ്ഞത്. അച്ഛമ്മ വരുന്നുണ്ട്. ആ മോളും അയ്യപ്പനും കൂടി വീട്ടിലേക്ക് പൊയ്ക്കോ. ചെല്ലി. മുടിഞ്ഞവനെ ആ കാലം ഒന്ന് കൊണ്ടുപോവാൻ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഓ, സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വില ആരേക്കൂ. ഞാനൊന്നും വാങ്ങിച്ചില്ല. അപ്പൊ അയ്യപ്പനും സുധയും കൂടെ കൊണ്ടുപോയെന്താ? ആ അത് സ്വല്പം അരിയും പഞ്ചസാരയാ. പാതി നിന്റെ വീട്ടിലേക്കാ. എന്നാ ഞങ്ങൾ പോട്ടെ ചുമ്മാ. ശരി. പോലെ സുധേ, ചോറ് ഇരിപ്പുണ്ടോ വീട്ടില്? വീട്ടിൽ ചെല്ലട്ടെ, തരാം. അയ്യോ, ഭയങ്കര വിശപ്പ്. കൂട്ടാൻ എന്താ ഇരിപ്പുള്ളത്? എന്താ തലയിൽ നിന്ന് തന്തയുടെ തല പുഴുകിയത്. പട്ടി നായന്റെ മോനെ ഒറ്റ ചവിട്ടി തന്നാലുണ്ടോ? ഒന്ന് പിടിച്ചേ, ഞാൻ ഇപ്പൊ ഒരു വേല കാണിച്ചു തരാം. അവനെന്നെ കൊന്നു. നിന്നെ കൊല്ലിച്ച നിന്നെ എടുത്ത് അമ്പടയാ നിനക്ക് കൈ കാര്യം അറിയാൻ പാടില്ല. അയ്യോ സുഖാനോന്ന് ചുമ്മാ ചിക്കലാക്കിയാ അവനുള്ളത് ഞാൻ കൊടുത്തു. അവരെ ഒരു പരുവത്തിലാക്കി. എന്തിനാ അയ്യപ്പൻ ചേട്ടാ ഏറ് കൊള്ളാൻ പോയത്? ആര് പറഞ്ഞു ഏറ് കൊണ്ടെന്ന്? എവിടെ ഏറ് കൊണ്ടെന്ന് പറയാവോ? ഇതാ ഇവിടെ. ആര് പറഞ്ഞു അവിടെയാണെന്ന്? ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. എന്താ അയ്യപ്പൻ ചേട്ടാ ഇത്? ഞാൻ പിടിച്ചു വെച്ചേരാ. ഞങ്ങൾ പറയില്ലേ? വേണ്ട, പോയാ മതി. അച്ഛമ്മനോട് പറയില്ലേ? അച്ഛമ്മ അറിഞ്ഞെന്നെ കൊല്ലും. സുധേ, സുധേ.